നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച വൻ ഭക്തജനത്തിരക്ക്. കുരിശുമുടിയിൽ വിവിധ സമയങ്ങളിലായി നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരനും ഫാദർ ഡെയ്സൺ കവലക്കാട്ടും ഫാദർ ജിതിൻ പുന്നശ്ശേരിയും കാർമ്മികരായി. അടിവാരം പള്ളിയിൽ നടന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ കാർമ്മികനായി. എല്ലാ ദിവസവും അടിവാരം പള്ളിയിൽ വൈകിട്ട് 7-നുള്ള കുർബാനയ്ക്ക് മുൻപും ശേഷവും കുമ്പസാരത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഭക്തജന ബാഹുല്യം കണക്കിലെടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് കനകമല തീർത്ഥാടന കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാൻ, പൗലോസ് ഗോപുരം, ജോജു ചുള്ളി എന്നിവർ അറിയിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KR ഔസേബ്, KR റെനി, CC ബിജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ മോളി തോമസ്, സെക്രട്ടറി PS പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്രവിതരണക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി റിമാൻഡിൽ. മേലടൂർ ജംഗ്ഷനിൽ വെച്ച് മേലടൂർ സ്വദേശിയെ മാരകായുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതിയായ ആലത്തൂർ മേലടൂർ സ്വദേശി മാണിക്കത്തുപറമ്പിൽ വീട്ടിൽ ഡെൻസിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 1ാം പ്രതിയായ കുരുവിലശ്ശേരി വില്ലേജ് വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ് വേലുവിനെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരി 24-ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. മേലടൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെയാണ് 1ാം പ്രതി വാക്കത്തി പോലുള്ള മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് വർഗീസിന്റെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നത്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI അനിൽകുമാർ, GASIമാരായ നജീബ്, ഷാജിത, GSCPOമാരായ KK ജിബിൻ, KF വിനോദ്, CPO രേഷ്മ രവി എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കയ്പമംഗലം സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലാക്കി. കയ്പമംഗലം ബോർഡ് സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിത്തിനെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷാബിത്ത് മതിലകം, കയ്പമംഗലം, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു കവർച്ച കേസിലും 4 അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI TV ഋഷി പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, ഡെൻസ് മോൻ, ബിപിൻ ദാസ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച 14 സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. തൃശൂർ, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6-നും 7-നും ഇടയിലായതിനാൽ മഞ്ഞ അലർട്ട് നിലവിലുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലാണ് UV ഇൻഡെക്സ് 8-നും 10-നും ഇടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,600 രൂപയും പവന് 1,16,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.